സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ ഇന്ന് വാട്സാപ്പിന് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നായി മാറിയിട്ടുണ്ട്. ഒഫീഷ്യൽ കാര്യങ്ങൾക്കും പേഴ്സണൽ കാര്യങ്ങൾക്കും ഫാമിലി ഗ്രൂപ്പുകളായി മറ്റും ധാരാളം മെസ്സേജുകൾ ദിവസവും നമ്മുടെ വാട്സാപ്പിലേക്ക് വന്നടിയാറുണ്ട്. ഇത്തരത്തിൽ വരുന്ന മെസ്സേജുകൾ നമ്മുടെ ഫോൺ മെമ്മറിയെ തീർക്കുന്നതിനെ എങ്ങനെ നമുക്ക് ഒഴിവാക്കാമെന്നും നമ്മുടെ ഫോൺ മെമ്മറി എങ്ങനെ നമുക്ക് തിരിച്ചു പിടിക്കാമെന്നും ഈ വീഡിയോയിൽ കൂടി നമുക്ക് മനസ്സിലാക്കാം. ഇതിനെ നമ്മുടെ വാട്സാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക. തുടർന്ന് മുകളിലുള്ള 3 ഡോട്ട്സിലൊന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ നിന്നും ആ സെറ്റിംഗ്സ് എന്നുള്ള ഭാഗത്തേക്ക് നിങ്ങൾ പോയി അതിൻ്റെ കുറച്ച് താഴേക്കായി പോയി ചെല്ലുമ്പോൾ സ്റ്റോറേജ് ആൻഡ് ഡേറ്റ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് കാണാം ഏറ്റവും മുകളിലായി മാനേജ് സ്റ്റോറേജ് എന്നൊരു ഓപ്ഷൻ കാണുന്നത്. നിങ്ങൾ കണ്ടു ഇവിടെ 4.4 GB ആണ് ഇവിടെ ഈ നമ്മുടെ വാട്സാപ്പിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ 4.4 GB എന്ന് എഴുതിയിരിക്കുന്നത് ഞാനൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ വാട്സാപ്പ് ഇതിനൊന്ന് അനലൈസ് ചെയ്യും, എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് കാണിക്കാൻ വേണ്ടി. നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ആദ്യം തന്നെ കാണാം ഫോർവേഡഡ് മെനി ടൈംസ് എന്ന് പറയുന്ന രീതിയിൽ ഒരു 455 MB വന്ന് കിടക്കുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫോണിൽ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക. ഇത്തരത്തിൽ പല തവണയായി വന്നിരിക്കുന്ന മെസ്സേജുകൾ ഇങ്ങനെ വന്നടിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ ഫോണിലേക്ക്. അപ്പോൾ ഇത് മൊത്തം നമുക്ക് ഡിലീറ്റ് ചെയ്യണം. ഒരു കാര്യമില്ല, പല ഗ്രൂപ്പുകളിലായും മറ്റും വന്നിരിക്കുന്ന മെസ്സേജുകളാണ്. നമ്മൾ എന്ത് ചെയ്യണം? സെലക്ട് ആൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവയെ മൊത്തത്തിൽ അങ്ങ് ഡിലീറ്റ് ചെയ്യുക. 107ഓളം കേസിലാണ് കിടക്കുന്നത്. ഡിലീറ്റ് എനി കോപ്പീസ് എന്നുള്ളതുകൂടി നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമ്മൾ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നു. അപ്പോൾ 350 MB ഉള്ള ആ ഒരു ഡേറ്റ മൊത്തം അവിടെ നിന്ന് ക്ലിയർ ആയി പോയിരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഫോർവേഡ് മെനി ടൈംസ് എന്നുള്ള ഭാഗം നമ്മൾ ക്ലിയർ ചെയ്തു. ഇനി തൊട്ട് താഴെ നിങ്ങളുടെ ഓരോ ഗ്രൂപ്പുകളായി എടുത്ത് നോക്കുക. ഇവിടെ നിങ്ങൾക്ക് ഗ്രൂപ്പുകൾ കാണുവാൻ സാധിക്കും. ഇതിനകത്ത് പല പല ഗ്രൂപ്പുകളുണ്ട്. ഓരോ ഗ്രൂപ്പിൽ ഇവിടെ 1.5 GB ഒരു ഗ്രൂപ്പിൽ ഉപയോഗിച്ചിട്ടുണ്ട്. മറ്റൊന്നിൽ ഇങ്ങനെ നിങ്ങളുടെയിലുള്ള ഏതെല്ലാം ഗ്രൂപ്പുകളിലാണ് ഇതുപോലെ മെസ്സേജുകൾ കിടക്കുന്നത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഏതിലുള്ള മെസ്സേജുകളാണോ ഡിലീറ്റ് ചെയ്ത് കളയേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കേണ്ടത് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് കിടക്കുന്ന നമ്മുടെ JPEG മെസ്സേജുകളും MP4 ആയിട്ടും വീഡിയോ ആയിട്ടും മറ്റും വന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കാണുവാൻ സാധിക്കും. ഇതിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓരോന്നിലും ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. ആവശ്യമില്ലാത്തതാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവയെല്ലാം ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് കൊടുക്കുക. ഈ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഡിലീറ്റ് ചെയ്യാം. കൂടാതെ സെലക്ട് ആണെന്നുള്ളത് കൊടുക്കുകയാണെങ്കിൽ ഇതിനകത്തുള്ള എല്ലാം കൂടി സെലക്ട് ആയി ഒരുമിച്ചും നമുക്കിവിടെ ഡിലീറ്റ് കൊടുക്കാം. അപ്പോൾ ഇതിനൊക്കെ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഗ്രൂപ്പിലോ മറ്റോ കിടക്കുന്ന ആ മെസ്സേജുകളെയും ഒരുമിച്ച് നമുക്ക് ഡിലീറ്റ് ചെയ്യുന്നതിനായി സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. അടുത്തായി നമ്മൾ നോക്കുന്നത് ഈ സ്റ്റോറേജിന്റെ ഇതല്ലാതെ വരുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഫോണിലേക്ക് വരുന്ന എന്തും ഏതും ഡൗൺലോഡ് ആവുന്ന ഒരു പ്രശ്നം ഉണ്ടാവും. നമ്മളിതിനെ കുറച്ചൊന്ന് മുകളിലേക്ക് സ്വാപ്പ് ചെയ്താൽ താഴെയായി കണ്ടോ മീഡിയ അപ്ലോഡ് ക്വാളിറ്റിയുടെ താഴെയായി മീഡിയ ഓട്ടോ ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഏത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന മെസ്സേജുകളായാലും വീഡിയോ ആയാലും എല്ലാം ഓട്ടോമാറ്റിക്കായി നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യുന്നതിനായി കൊടുത്തിരിക്കുന്ന ഒരു ഓപ്ഷനാണിത്. ഇത് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാം ഓഫ് ചെയ്യണം. ഞാൻ ആദ്യമായി എടുക്കുന്നത് വെൻ യൂസിങ് മൊബൈൽ ഡാറ്റ എന്നുള്ളത് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ നമുക്ക് ഒരെണ്ണവും ഡൗൺലോഡായി വരേണ്ട കാര്യമില്ല. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. പലപ്പോഴും പല ഗ്രൂപ്പുകളിലും ഒരേ മെസ്സേജ് തന്നെ വരാറുണ്ട്. അപ്പോൾ നമ്മളിവിടെ നിന്നും എല്ലാ ടിക്കുകളും അങ്ങ് ഒഴിവാക്കുന്നു. മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുമ്പോൾ എനിക്കൊന്നും ഡൗൺലോഡ് ചെയ്യേണ്ടെന്നുള്ള സാധനം ഞാൻ സെലക്ട് ചെയ്തു. തുടർന്ന് ഞാൻ വൈഫൈ എന്നുള്ള എടുത്തതിന് ശേഷം അതിന് ഞാനുള്ള എല്ലാ ടിക്ക് മാർക്കുകളും ഒഴിവാക്കുന്നു. ഇത് ഞാൻ ഓഫ് ചെയ്ത് മാറ്റി. അതായത് ഞാൻ ക്ലിക്ക് ചെയ്യാതെ ഒരു ഡേറ്റയും എനിക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ അടുത്ത് റോമിങ്ങിലേക്ക് പോയി അതിനകത്തുള്ളയും എല്ലാ ഡേറ്റയും മാറ്റുന്നു. കാരണം പ്രത്യേകം ശ്രദ്ധിക്കുക, റോമിങ്ങിലൊക്കെ നമ്മൾ ഓൺ ചെയ്തിരിക്കുകയാണെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മൊബൈൽ ഡേറ്റയും നമ്മുടെ പൈസയും കൂടുതൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഒഴിവാക്കുന്നതിൽ കൂടി ഓട്ടോമാറ്റിക്കായി ഡൗൺലോഡായി ഫോണിൽ വന്ന് കിടക്കുന്ന മെമ്മറിയെ നമുക്ക് സേവ് ചെയ്യുന്നതിനായി സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഫോണിലും ഒന്ന് ചെയ്തു നോക്കുക. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ഫോണിൽ മെമ്മറി സേവ് ചെയ്ത് നിങ്ങൾ ചെയ്യാൻ പഠിച്ച സ്ഥിതിക്ക് നിങ്ങൾക്കൊരു ബോണസ് ടിപ്പ് കൂടി പറഞ്ഞു തന്നേക്കാം. നിങ്ങളുടെ ഈ സ്റ്റോറേജ് ഡേറ്റയിൽ തന്നെ അതായത് വീഡിയോ അപ്ലോഡ് ക്വാളിറ്റി എന്ന് പറയുന്നൊരു ഓപ്ഷൻ കിടക്കുന്നുണ്ടോ? ഈ സാധനം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഗുണമെന്ന് പറയുന്നത് നമ്മുടെ മീഡിയകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും നമുക്ക് HD ക്വാളിറ്റിയിൽ പിക്ചറുകൾ അയക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ തവണയും നമ്മൾ ക്ലിക്ക് ചെയ്ത് HD കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. അതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ HD ക്വാളിറ്റി എന്നുള്ളതിലേക്ക് സെലക്ട് ചെയ്ത് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചാൽ നിങ്ങൾ അടുത്ത തവണ തൊട്ട് നിങ്ങളുടെ ഫോണിൽ നിന്നും നിങ്ങൾ വീഡിയോയോ ഫോട്ടോയോ അയച്ചു കൊടുക്കുന്ന സമയത്ത് അത് ഡയറക്റ്റ് HD ആയി തന്നെ അയക്കുവാൻ സാധിക്കുന്നതാണ്. പക്ഷെ പ്രത്യേകം നിങ്ങളൊരു കാര്യം ഓർമ്മിക്കണം, ഇങ്ങനെ അയക്കുമ്പോൾ നിങ്ങളുടെ മൊബൈൽ ഡാറ്റ നിന്ന് അയക്കണമെങ്കിൽ അതിന്റെ സൈസ് കൂടുതലായിട്ട് തന്നെ കൂടുതൽ ഡേറ്റ ചിലവാവുകയും നിങ്ങളുടെ ഡേറ്റ കൂടുതൽ നഷ്ടപ്പെടുവാനും സാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പക്ഷെ ഇങ്ങനെ ചെയ്താൽ ഉണ്ടാകുന്ന ഗുണം എല്ലാ ഫോട്ടോകളും HD ക്വാളിറ്റിയിൽ നിങ്ങൾ സെലക്ട് ചെയ്ത് തന്നെ പോകുന്നതായിരിക്കും. അപ്പോൾ ബോണസ് ടിപ്പോടുകൂടി ഈ കാര്യങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം.